സൂര്യന്റെ പൊള്ളുന്ന കിരണങ്ങൾ ഹൈഗാർഡനിലെ പച്ചപ്പണിഞ്ഞ താഴ്വരകളെ പിന്നിലാക്കി രാജവീതിയിലൂടെ ഒരു വലിയ സൈന്യം നീങ്ങുകയായിരുന്നു. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നുനിന്നു. കുതിരകളുടെ കുളമ്പടികളും ഭാരമേറിയ വണ്ടികളുടെ ചക്രങ്ങൾ ഭൂമിയിൽ ഉരസുന്ന ശബ്ദവും ആ പ്രദേശമാകെ മാറ്റൊലിക്കൊണ്ടു. ലാനിസ്റ്റർ പടയാളികൾ തങ്ങളുടെ കൊള്ളമുതലുകളുമായി കിങ്സ് ലാൻഡിംഗിലേക്ക് മടങ്ങുകയാണ്. സൈന്യത്തിന്റെ മുൻനിരയിൽ സ്വർണ്ണക്കവചം ധരിച്ച് ജൈമെ കുതിരപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വലിയ വണ്ടി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. "ആ വണ്ടി നിർത്തൂ," ജൈമെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വണ്ടി നിന്നയുടനെ അയാൾ അതിനടുത്തേക്ക് ചെന്ന് അതിന്റെ വാതിൽ തുറന്നു. ഉള്ളിൽ സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അയാളുടെ കണ്ണുകൾ മങ്ങി. അതിൽ നിന്നും വലിയൊരു സ്വർണ്ണക്കിഴി അയാൾ പുറത്തെടുത്തു. തന്റെ വിശ്വസ്തനായ അനുചരൻ ബ്രോണിനു നേരെ ആ കിഴി എറിഞ്ഞുകൊടുത്തു. കിഴി കൈയിലെടുത്ത ബ്രോണിന്റെ ചുണ്ടുകളിൽ ഒരു കുസൃതിച്ചിരി വിടർന്നു. സ്വർണ്ണത്തിന്റെ ഭാരം അയാളെ സന്തോഷിപ്പിച്ചു. "ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വച്ചിരിക്കുന്നത്? എന്നോട് പറയാവുന്നതേയുള്ളൂ." യാത്ര പറയുന്നതിനു മുൻപായി ആ ക്വീൻ ഓഫ് തോൺസ് നിങ്ങളുടെ ജനനേന്ദ്രിയത്തിൽ അവസാനമായി ഒന്ന് കുത്തിനോവിച്ചോ? ബ്രോൺ പരിഹാസത്തോടെ ചോദിച്ചു. ആ വാക്കുകൾ കേട്ടിട്ടും ജൈമയുടെ മുഖഭാവത്തിന് മാറ്റമൊന്നും വന്നില്ല. "എന്റെ കുമ്പസാരങ്ങൾ ഞാൻ ഹൈസെപ്റ്റണിനു വേണ്ടി മാറ്റിവെക്കാം," ജൈമെ വളരെ ശാന്തനായി പറഞ്ഞു. "ഇനി അവിടെ ഒരു ഹൈസെപ്റ്റൺ ഇല്ലല്ലോ?" ബ്രോൺ ഒരു ചിരിയോടെ പറഞ്ഞു. "അതെ, അതില്ല," ജൈമെ സമ്മതിച്ചു. അപ്പോഴും അയാളുടെ ശ്രദ്ധ ആ വണ്ടിയിലെ താഴെ പൂട്ടുന്നതിലായിരുന്നു. "എങ്കിലും എന്റെ സമ്മാനത്തിന്റെ കാര്യം ഇനിയും ബാക്കിയാണ്," ബ്രോൺ വീണ്ടും ഓർമ്മിപ്പിച്ചു. ജൈമെ പൂട്ടുന്ന ജോലി നിർത്തി ബ്രോണിന്റെ കണ്ണുകളിലേക്ക് നോക്കി. "വളരെ വലിയൊരു തുകയാണ് ഞാൻ നിനക്കിപ്പോൾ നൽകിയത്," ജൈമെ പറഞ്ഞു. "ഇതൊരു കോട്ടയല്ലല്ലോ," എന്നു പറഞ്ഞുകൊണ്ട് ബ്രോൺ ദൂരെ കാണുന്ന ഹൈഗാർഡനിലേക്ക് വിരൽ ചൂണ്ടി. "ആ കാണുന്ന കോട്ടയുടെ കാര്യമെന്തായി? അത് ഇപ്പോൾ ഒഴിവുണ്ടല്ലോ." "നിനക്ക് ഹൈഗാർഡൻ വേണ്ട," ജൈമെ തറപ്പിച്ചു പറഞ്ഞു. "എനിക്കതിൽ വിയോജിപ്പുണ്ട്," ബ്രോൺ മറുപടി നൽകി. "നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിലാണ്. നീ ആ കോട്ടയിൽ താമസം തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഡെനറിസ് ടാർഗേരിയൻ വന്ന് അത് തിരികെ പിടിച്ചേക്കാം. മാത്രമല്ല, അതൊക്കെ നോക്കി നടത്താനുള്ള ചെലവിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. സ്വന്തമാക്കുന്നവയുടെ എണ്ണം കൂടുന്തോറും അത് നിങ്ങളെ കൂടുതൽ ഭാരപ്പെടുത്തുകയുള്ളൂ," ജൈമെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. "അതുകൊണ്ടാണോ നിങ്ങളുടെ മുഖത്ത് ഇത്രയും വലിയ വിഷാദം നിഴലിക്കുന്നത്? നിങ്ങളുടെ ഈ പുതിയ സമ്പത്തുകൾ നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടോ?" ബ്രോൺ കളിയാക്കി ചോദിച്ചു. ജൈമെ ദേഷ്യത്തോടെ ആ വണ്ടിയുടെ പുറകിൽ ആഞ്ഞടിച്ചു. കുതിരകൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. "ഇതൊന്നും എന്റേതല്ല. ഈ സ്വർണമെല്ലാം അയറൺ ബാങ്കിന് അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ വീട്ടുന്നു," ജൈമെ പറഞ്ഞു. "ശരിയാണ്, പക്ഷേ എനിക്കുള്ളത് മാത്രം കിട്ടുന്നില്ല," ബ്രോൺ പിറുപിറുത്തു. ബ്രോൺ ഓഫ് ദ ബ്ലാക്ക് വാട്ടർ ഏതോ ഒരു പേരുപോലുമില്ലാത്ത മാലിന്യ കൂമ്പാരത്തിൽ നിന്നും വന്ന് ഇപ്പോൾ സ്വർണം നിറച്ച സഞ്ചി കയ്യിൽ വെച്ചുകൊണ്ട് കൂലി കിട്ടിയില്ല എന്ന് പരാതി പറയുകയാണ്. "ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുമ്പോൾ 7 കിങ്ഡംസിലെ മുഴുവൻ കോട്ടകളും നിനക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിൽ നിന്റെ മുന്നിലുണ്ടാകും. അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാൻ അവിടെ ആരും അവശേഷിക്കുകയുമില്ല," ജൈമെ പറഞ്ഞു. "അതെ, ക്വീൻ സെർസിയുടെ ഭരണം വളരെ ശാന്തവും സമാധാനപൂർണവുമായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്," ബ്രോൺ പരിഹാസത്തോടെ പറഞ്ഞു. "ഇതിലും വലിയ അദ്ഭുതങ്ങൾ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്," ജൈമെ പ്രതിവചിച്ചു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാൻഡിൽ ടാർലിയും മകൻ ഡിക്കോണും കുതിരപ്പുറത്ത് അവരുടെ അടുത്തേക്ക് വന്നു. "പ്രഭോ, ധാന്യപ്പുരകളെല്ലാം കാലിയാക്കി വണ്ടികളിൽ കയറ്റിയിട്ടുണ്ട്," റാൻഡിൽ ജൈമയോട് പറഞ്ഞു. "ഈ സീസണിലെ വിളവെടുപ്പോ?" ജൈമെ ചോദിച്ചു. "അത് ശേഖരിക്കാനായി ഞങ്ങളുടെ ആളുകൾ തയ്യാറായി നിൽപ്പുണ്ട്. റീച്ചിലെ കൂടുതൽ കർഷകരും അവർക്കൊപ്പമുണ്ട്," ഡിക്കോൺ മറുപടി നൽകി. ജൈമെ പതുക്കെ ബ്രോണിന്റെ നേർക്ക് തിരിഞ്ഞു. "സർ ബ്രോൺ, ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ ടാർലിമാരെ ഒന്ന് സഹായിക്കാമോ? ഭാരം ചുമക്കുന്ന പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല," ബ്രോൺ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. "വേണ്ട, പക്ഷേ വിളവ് നൽകാൻ മടിക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിച്ച് അവരെക്കൊണ്ട് അത് ചെയ്യിക്കാൻ നിങ്ങളുടെ ആളുകൾക്ക് നല്ല മിടുക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്," ജൈമെ ഒരു ചിരിയോടെ പറഞ്ഞു. റാൻഡിലും ഡിക്കോണും ബഹുമാനത്തോടെ തലകുലുക്കി. തുടർന്ന് ബ്രോണിനോടൊപ്പം അവർ കുതിരകളെ തിരിച്ച് ദൂരേക്ക് പോയി. കൊള്ളമുതലുകൾ കയറ്റിയ വണ്ടികളും ലാനിസ്റ്റർ സൈനികരും ആ രാജവീഥിയിലൂടെ തങ്ങളുടെ യാത്ര തുടർന്നു. റെഡ് കീപ്പിലെ തണുത്തതും വിശാലവുമായ കൗൺസിൽ മുറിയിൽ സെർസിയും ബ്രാവോസിലെ അയൺ ബാങ്കിന്റെ പ്രതിനിധിയായ ടൈക്കോ നെസ്റ്റോറിസും ഇരിക്കുകയായിരുന്നു. "സത്യം പറയാമല്ലോ, ഇത്രയും വലിയൊരു കടം ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുന്നത് അയൺ ബാങ്കിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. നിങ്ങളുടെ പിതാവ് വളരെ കാര്യക്ഷമതയുള്ള ഒരാളാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ നിങ്ങൾ ആ ധാരണകളെയെല്ലാം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്," ടൈക്കോ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു. "നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി പ്രഭോ," സെർസി മന്ദഹസിച്ചു. "ഞാൻ ദയാലുവുമല്ല, ഒരു പ്രഭുവുമല്ല മഹാറാണി. ഞാൻ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. അതിന്റെ നിലനിൽപ്പ് കണക്കുകളെ ആശ്രയിച്ചാണ്, വികാരങ്ങളെയല്ല. നിലവിലെ കണക്കുകൾ വളരെ മികച്ചതാണ്." "ആ സ്വർണം," ടൈക്കോ പറഞ്ഞു നിർത്തി. "അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരൻ നേരിട്ടാണ് അത് കൊണ്ടുവരുന്നത്," സെർസി വ്യക്തമാക്കി. "അയറൺ ബാങ്കിലെ ചിലർക്ക് ഇതിൽ ചെറിയ നിരാശയുണ്ടാകും. നിങ്ങളുടെ പലിശത്തുകകൾ അവർക്ക് വലിയൊരു വരുമാനമായിരുന്നു," ടൈക്കോ ഒരു ചിരിയോടെ പറഞ്ഞു. "അവരുടെ ആ നിരാശ മാറ്റാൻ നമുക്കൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട്," സെർസി പറഞ്ഞു. "തീർച്ചയായും. നിങ്ങളുടെ പുതിയ പദ്ധതികളിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ," ടൈക്കോ വാഗ്ദാനം ചെയ്തു.
ഈ ഭൂഖണ്ഡത്തിലും അതിലെ ഓരോ വ്യക്തിയുടെ മേലും പൂർണ്ണമായ നിയന്ത്രണം വീണ്ടെടുക്കുക എന്നത് മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. സെർസിയുടെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ആ പദ്ധതിയിൽ എനിക്ക് വലിയൊരു സാധ്യത കാണാൻ കഴിയുന്നുണ്ട്. അതിന് പുറത്തുനിന്നുള്ള ഒരു നിക്ഷേപം ആവശ്യമായി വരുമെന്ന് ഞാൻ കരുതുന്നു. ടൈക്കോ ചോദിച്ചു. തീർച്ചയായും ആവശ്യമാണ്. എന്റെ സൈന്യത്തെയും നാവികസേനയെയും എനിക്ക് വിപുലീകരിക്കേണ്ടതുണ്ട്. എന്റെ വലംകൈയായ കൈബൺ ഇതിനകം തന്നെ എസോസിലെ ഗോൾഡൻ കമ്പനിയുമായി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്, സെർസി വെളിപ്പെടുത്തി. അവരെ എനിക്ക് നന്നായി അറിയാം. വലിയ കടബാധ്യതകൾ വരുത്തിവച്ചവരിൽ നിന്ന് തുക ഈടാക്കാൻ അവർ ഞങ്ങളെ ഏറെ സഹായിച്ചിട്ടുണ്ട്, ടൈക്കോ ആശ്വാസത്തോടെ പറഞ്ഞു. അത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. എനിക്ക് അവകാശപ്പെട്ട ചില കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ അവരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെർസിയുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീപ്പൊരി മിന്നി. മഹാറാണി, ആ സ്വർണ്ണമിഞ്ഞെത്തിയാൽ ഉടൻ തന്നെ അയറൺ ബാങ്കിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുറപ്പിക്കാം, ടൈക്കോ വാഗ്ദാനം നൽകി. വിന്റർഫെല്ലിലെ ബ്രാനിന്റെ മുറിക്കുള്ളിൽ പീറ്റർ ബെയ്ലിഷ് ഇരിക്കുന്നുണ്ട്. ബെയ്ലിഷ് തന്റെ വസ്ത്രത്തിനുള്ളിൽ നിന്നും വാലീരിയൻ സ്റ്റീലിൽ തീർത്ത ആ പഴയ കഠാര പുറത്തെടുത്തു. ഇത് നിനക്കുള്ളതാണ്. ബെയ്ലിഷ് അത് ബ്രാനിന് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു. മടിയോടെയാണെങ്കിലും ബ്രാൻ ആ കഠാര വാങ്ങി പരിശോധിച്ചു. ഇത് അവസാനമായി കയ്യിൽ പിടിച്ചവൻ നിന്റെ കഴുത്തറുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ നിന്റെ അമ്മ അവനോട് പൊരുതി നിന്നെ രക്ഷിച്ചു. ബ്രാൻഡൻ, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, ബെയ്ലിഷ് പറഞ്ഞു. ഇത് ആരുടേതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ബ്രാൻ ശാന്തനായി ചോദിച്ചു. ഇല്ല. ആ ഒരു ചോദ്യം തന്നെയാണ് 5 രാജാക്കന്മാരുടെ യുദ്ധത്തിന് തുടക്കമിട്ടത്. സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പലതും നീ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്, ബെയ്ലിഷ് പറഞ്ഞു. അരാജകത്വം ഒരു ഗോവണിയാണ്, ബ്രാൻ പെട്ടെന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ബെയ്ലിഷിന്റെ മുഖം വിളറി. അപ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് മീര അകത്തേക്ക് വന്നത്. ബെയ്ലിഷ് അവിടെ നിന്നും പുറത്തേക്ക് പോയി. മീരായുടെ കണ്ണുകൾ ബ്രാൻ ഇരിക്കുന്ന ആ പുതിയ കസേരയിലുടക്കി. അതെന്താണ്? അവൾ ചോദിച്ചു. മെയ്സ്റ്റർ വോൾക്കൻ ഉണ്ടാക്കിത്തന്നതാണ്, ബ്രാൻ പറഞ്ഞു. നീ പോവുകയാണോ? ബ്രാൻ ചോദിച്ചു. നീ ഇപ്പോൾ സുരക്ഷിതനാണ്. ഇനി എന്നെ നിനക്ക് ആവശ്യമില്ല, മീര വേദനയോടെ പറഞ്ഞു. അതെ, എനിക്ക് ആവശ്യമില്ല, ബ്രാൻ നിർവികാരമായി പറഞ്ഞു. ഇത്രയേ നിനക്ക് പറയാനുള്ളൂ? മീര ചോദിച്ചു. നന്ദി, ബ്രാൻ പറഞ്ഞു, എന്നെ സഹായിച്ചതിന്. മീര വാവിട്ടു കരഞ്ഞുപോയി. നീ ആ ഗുഹയിൽ വെച്ച് തന്നെ മരിച്ചുപോയി, അവൾ കണ്ണീരോടെ അവിടെ നിന്നും നടന്നു മറഞ്ഞു. മഞ്ഞുമൂടിയ മൈതാനത്തിലൂടെ കുതിരപ്പുറത്ത് വരികയായിരുന്നു ആര്യ. വിന്റർഫെൽ കോട്ടയുടെ പ്രധാന കവാടത്തിനു മുന്നിലെത്തിയ അവൾ കുതിരപ്പുറത്തു നിന്നിറങ്ങി. അവിടെ തീ കാഞ്ഞുകൊണ്ടിരുന്ന 2 കാവൽക്കാർ അവളെ തടഞ്ഞു. ഹേയ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? കാവൽക്കാരിലൊരാൾ ചോദിച്ചു. അകത്തേക്ക്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, ആര്യ പറഞ്ഞു. ഞാൻ ആര്യ സ്റ്റാർക്കാണ്. ഇതെന്റെ വീടാണ്, അവൾ ഗൗരവത്തിൽ പറഞ്ഞു. കാവൽക്കാർ ചിരിച്ചു. ആര്യ സ്റ്റാർക്ക് മരിച്ചുപോയി, ഒന്നാമൻ പറഞ്ഞു. നിങ്ങൾ പോയി മേസ്റ്റർ ലൂയിനെയോ സർ റോഡ്രിക്കിനെയോ വിളിക്കൂ, ആര്യ പറഞ്ഞു. ഇവിടെ റോഡ്രിക്കില്ല. മേസ്റ്ററിന്റെ പേര് വോൾക്കൻ എന്നാണ്, രണ്ടാമൻ പറഞ്ഞു. എങ്കിൽ പോയി ജോൺ സ്നോയോട് ചോദിക്കൂ. അവൻ എന്റെ സഹോദരനാണ്, ആര്യ പറഞ്ഞു. അദ്ദേഹം 1000 മൈലുകൾ അകലെയാണ്. പോയി നിന്റെ പണി നോക്ക്, അവർ പറഞ്ഞു. ജോൺ സ്നോ ഇവിടെയില്ലെങ്കിൽ പിന്നെ ആരാണ് വിന്റർഫെല്ലിന്റെ ചുമതല നോക്കുന്നത്? ആര്യ ചോദിച്ചു. ലേഡി സ്റ്റാർക്ക്, വിന്റർഫെല്ലിലെ തമ്പുരാട്ടി, അവർ പറഞ്ഞു. ഏത് ലേഡി സ്റ്റാർക്ക്? അവൾ ചോദിച്ചു. അത് നീ തന്നെ പറ, കാവൽക്കാരൻ കളിയാക്കി. സൻസായോട് പറയൂ, അവളുടെ സഹോദരി വന്നിട്ടുണ്ടെന്ന് ആര്യ പറഞ്ഞു. അവളുടെ നോട്ടം കണ്ടപ്പോൾ കാവൽക്കാർക്ക് ഭയം തോന്നി. അവർ അവളെ അകത്തേക്ക് കൂട്ടി. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആര്യ അവിടെ ഉണ്ടായിരുന്നില്ല. സാൻസായുടെ മുറിയിൽ അവൾ മേശപ്പുറത്ത് ചില രേഖകൾ പരിശോധിക്കുകയായിരുന്നു. ആ 2 കാവൽക്കാരും അവിടെ വന്ന് നടന്ന കാര്യങ്ങൾ അവളോട് വിശദീകരിച്ചു. ഞങ്ങൾ അവളോട് അവിടെ കാത്തിരിക്കാൻ പറഞ്ഞതാണ്. സാൻസ ഒരു നെടുവീർപ്പിട്ടു. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ പോയിരുന്നു, തമ്പുരാട്ടി. നിങ്ങൾ അവളെ അന്വേഷിക്കേണ്ട. അവൾ എവിടെയാണെന്നെനിക്കറിയാം, സാൻസ പറഞ്ഞു. വിന്റർഫെല്ലിലെ ഇരുണ്ട നിലവറയിൽ തന്റെ പിതാവ് നെഡ് സ്റ്റാർക്കിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു ആര്യ. പെട്ടെന്നൊരു കാലൊച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. സാൻസ പതുക്കെ നടന്നുവരികയാണ്. അവൾ ഓടിച്ചെന്ന് ആര്യയെ കെട്ടിപ്പിടിച്ചു. നീ കാവൽക്കാരുടെ അടുത്തുനിന്ന് ഒളിച്ചോടാൻ പാടില്ലായിരുന്നു, സാൻസ പറഞ്ഞു. ഞാൻ ഓടിയതൊന്നുമല്ല. നിനക്ക് കുറച്ചുകൂടി നല്ല കാവൽക്കാരെ ആവശ്യമുണ്ട്, ആര്യ തിരിച്ചടിച്ചു. സാൻസ ചെറുതായൊന്ന് ചിരിച്ചു. ഈ പദവി നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്, ലേഡി സ്റ്റാർക്ക്. ജോൺ നിന്നെയാണോ ചുമതലയേൽപ്പിച്ചത്? ആര്യ ചോദിച്ചു. അവൻ വേഗം തന്നെ തിരിച്ചുവരുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായിരുന്നു. നിന്നെ കാണുമ്പോൾ അവന്റെ ഹൃദയം ഒരു വേള നിലച്ചുപോകാൻ സാധ്യതയുണ്ട്, സാൻസ പറഞ്ഞു. അവർ 2 പേരും നെഡ് സ്റ്റാർക്കിന്റെ പ്രതിമയിലേക്ക് നോക്കി. ഇത് കാണാൻ അച്ഛനെപ്പോലെയേയില്ല. അദ്ദേഹത്തിന്റെ മുഖം നന്നായി അറിയാവുന്ന ആരെങ്കിലുമായിരുന്നു ഇത് കൊത്തേണ്ടിയിരുന്നത്, ആര്യ ദുഃഖത്തോടെ പറഞ്ഞു. അച്ഛന്റെ മുഖം ഓർമ്മയുള്ള എല്ലാവരും മരിച്ചുപോയി, സാൻസ പറഞ്ഞു. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, ആര്യ അവൾക്ക് നേരെ തിരിഞ്ഞു. ജോഫ്രിയെ കൊന്നത് നീയാണെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ, സത്യമാണോ? ആര്യ ചോദിച്ചു. അത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി, സാൻസ നെടുവീർപ്പിട്ടു. മറ്റൊരാളാണ് അത് ചെയ്തതെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ ദേഷ്യമാണ് വന്നത്. എന്റെ പട്ടിക എത്ര നീണ്ടതാണെങ്കിലും അതിലെപ്പോഴും ഒന്നാമത് അവനായിരുന്നു, ആര്യ പറഞ്ഞു.
നിന്റെ പട്ടികയോ? സെൻസ സംശയത്തോടെ ചോദിച്ചു. ഞാൻ കൊല്ലാൻ പോകുന്ന ആളുകളുടെ പട്ടിക, ആര്യ യാതൊരു ഭാവഭേദവുമില്ലാതെ പറഞ്ഞു. സെൻസ പൊട്ടിച്ചിരിച്ചു. ആര്യയും അവളോടൊപ്പം ചേർന്നു. നീ എങ്ങനെയാണ് തിരികെ വിന്റർഫെല്ലിലെത്തിയത്? സെൻസ ചോദിച്ചു. അതൊരു വലിയ കഥയാണ്. നിന്റേതും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു, ആര്യ പറഞ്ഞു. അത്ര സുഖമുള്ള ഒരു കഥയല്ല. സെൻസാന്റെ മുഖം വാടി. അവർ വീണ്ടും കെട്ടിപ്പിടിച്ചു. ബ്രാനും തിരിച്ചെത്തിയിട്ടുണ്ട്, സെൻസ പറഞ്ഞു. ആര്യയുടെ മുഖത്ത് സന്തോഷം വിടർന്നു. അവൾ സെൻസായെ നോക്കി. സെൻസായും ആര്യയും അവിടേക്ക് നടന്നുവന്നു. നീ വീട്ടിൽ തിരിച്ചെത്തിയല്ലോ, ബ്രാൻ ആര്യയോട് പറഞ്ഞു. ആര്യ വേഗത്തിൽ മുന്നോട്ട് ചെന്ന് ബ്രാനിനെ ആശ്ലേഷിച്ചു. സെൻസ ദൂരെ മാറി നിന്ന് അത് നോക്കി പുഞ്ചിരിച്ചു. ഞാൻ നിന്നെ കവലയിൽ വെച്ച് കണ്ടിരുന്നു, ബ്രാൻ പറഞ്ഞു. നീ എന്നെ കണ്ടെന്നോ? ആര്യ അത്ഭുതത്തോടെ ചോദിച്ചു. ബ്രാനിന് ഇപ്പോൾ ചില ദർശനങ്ങളൊക്കെ കിട്ടാറുണ്ട്, സെൻസ വിശദീകരിച്ചു. നീ കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതിയത്, ബ്രാൻ പറഞ്ഞു. ഞാനും അങ്ങനെയാണ് കരുതിയത്, ആര്യ സമ്മതിച്ചു. നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? സെൻസ ചോദിച്ചു. സെർസി അവളുടെ പട്ടികയിലുണ്ട്, ബ്രാൻ മറുപടി നൽകി. ആര്യ അത്ഭുതത്തോടെ ബ്രാനിനെയും പിന്നീട് സെൻസയെയും നോക്കി. നിന്റെ പട്ടികയിൽ വേറെ ആരൊക്കെയുണ്ട്? സെൻസ ചോദിച്ചു. അവരിൽ ഭൂരിഭാഗം പേരും ഇതിനകം തന്നെ മരിച്ചുകഴിഞ്ഞു, ആര്യ പറഞ്ഞു. ബ്രാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വെലീരിയൻ സ്റ്റീൽ കഠാര പുറത്തെടുത്തു. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആര്യ ചോദിച്ചു. ലിറ്റിൽ ഫിംഗർ എനിക്ക് തന്നതാണ്, ബ്രാൻ പറഞ്ഞു. ലിറ്റിൽ ഫിംഗർ, അവൻ ഇവിടെയുണ്ടോ? ആര്യ ദേഷ്യത്തോടെ സെൻസയെ നോക്കി. അവനിപ്പോൾ ഹൗസ് സ്റ്റാർക്കിനൊപ്പമാണ്, സെൻസ പറഞ്ഞു. അവൻ എന്തിനാണ് നിനക്കൊരു കഠാര തന്നത്? കാരണം ഇതെന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, ബ്രാൻ പറഞ്ഞു. ബ്രാൻ ആ കഠാര ആര്യയ്ക്ക് നേരെ നീട്ടി. ഒരു അംഗവൈകല്യമുള്ളവന്റെ കയ്യിൽ ഇത് വെറുതെ പാഴായിപ്പോകുകയുള്ളൂ, ബ്രാൻ നിർവികാരനായി പറഞ്ഞു. ആര്യ മുന്നോട്ട് വന്ന് അവനിൽ നിന്നും അത് വാങ്ങി. സ്റ്റാർക്ക് കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് തിരികെ വന്നത് കണ്ട് അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി. ബ്രൈനും പോഡ്രിക്കും ഇത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വാക്കു പാലിച്ചു, പോഡ്രിക് പറഞ്ഞു. ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾ ഒരു വലിയ യുദ്ധത്തിന് മുന്നോടിയായി എന്ന പോലെ ഉരുണ്ടുകൂടിയിരുന്നു. സമുദ്രത്തിൽ നിന്നുള്ള തണുത്ത കാറ്റ് ഡ്രാഗൺസ്റ്റോണിന്റെ പരുക്കൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ അലറിവീശി. കാലപ്പഴക്കം ചെന്ന ആ പുരാതനമായ കോട്ടയുടെ വെളിയിലുള്ള കൽപ്പാതയിലൂടെ നടക്കുകയായിരുന്നു ഡെനറീസ്. അവൾക്ക് തൊട്ടുപിന്നിലായി അവളുടെ വിശ്വസ്തയായ തോഴി മിസൻഡയും അവർക്ക് കാവലായി ക്വീൻസ്ഗാർഡ് സൈനികരും നടക്കുന്നുണ്ടായിരുന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മിസൻഡെ സംസാരിച്ചു തുടങ്ങി. അൺസല്ലീഡ് സൈന്യത്തിൽ നിന്നും ഇതുവരെ യാതൊരു വിവരവുമില്ല, മഹാറാണി, മിസൻഡെ വളരെ നേർത്ത ശബ്ദത്തിൽ ആശങ്കയോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ പ്രിയപ്പെട്ടവനെക്കുറിച്ചുള്ള ഭയം ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. ഡെനറിസ് ആ വാക്കുകൾ കേട്ടൊട്ടും പതറാതെ സമുദ്രത്തിലേക്ക് കണ്ണുകൾ നട്ടുകൊണ്ട് പറഞ്ഞു. അവർ എന്റെ അടുത്തേക്ക് തന്നെ തിരികെ വരും. തന്റെ സൈന്യത്തിലുള്ള അവളുടെ അചഞ്ചലമായ വിശ്വാസം ആ വാക്കുകളിൽ പ്രകടമായിരുന്നു. അവൻ വന്നേ തീരൂ, മിസൻഡെ പറഞ്ഞു. അവളുടെ ആ വാക്കുകളിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. പെട്ടെന്ന് ഡെനറിസ് തന്റെ നടത്തം നിർത്തി. അവൾ പതുക്കെ തിരിഞ്ഞ് മിസൻഡയെ സൂക്ഷ്മമായി നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു ചെറിയ സംശയം നിഴലിച്ചു. എന്തോ ഒരു രഹസ്യം അവിടെ ഒളിഞ്ഞിരിക്കുന്നതായി അവൾക്ക് തോന്നി. എന്താണ് സംഭവിച്ചത്? ഡെനറിസ് വളരെ ഗൗരവത്തോടെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും മിസൻഡയുടെ ചുണ്ടുകളിൽ നാണം കലർന്ന ഒരു ചെറുപുഞ്ചിരി വിടർന്നു. അവൾ മുഖം കുനിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളോ? ഡെനറിസ് വീണ്ടും അത്ഭുതത്തോടെ ചോദിച്ചു. തന്റെ തോഴിയുടെ ജീവിതത്തിൽ താനറിയാതെ നടന്ന ആ മാറ്റം അവളെ ആശ്ചര്യപ്പെടുത്തി. അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ആ കൽപ്പാതയുടെ താഴെയായി വടക്കിന്റെ രാജാവ് ജോൺ സ്നോ. അവന്റെ മുഖത്ത് ആ പഴയ ക്ഷീണമില്ലായിരുന്നു. പകരം എന്തോ ഒരു വലിയ കാര്യം അവളെ കാണിക്കാനുള്ള തിടുക്കം ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു. അവന്റെ പെട്ടെന്നുള്ള വരവ് കണ്ട് പിന്നിൽ നിന്നിരുന്ന ക്വീൻസ്ഗാർഡ് സൈനികർ തങ്ങളുടെ ആയുധങ്ങളിൽ പിടിമുറുക്കി. എന്നാൽ ഡെനറിസ് അവരെ നോക്കി വലിറിയൻ ഭാഷയിൽ എന്തോ മന്ത്രിക്കുകയും അവരോട് പിന്മാറാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. തുടർന്ന് ഡെനറിസും മിസൻഡയും ആ പടവുകളിറങ്ങി താഴേക്ക് ചെന്ന് ജോൺ സ്നോയോടൊപ്പം നടക്കാൻ തുടങ്ങി. അവർ നടന്ന് ഒരു വലിയ ഗുഹയുടെ മുന്നിലെത്തി. അവിടെ പ്രകാശിക്കുന്ന വലിയൊരു തീപ്പന്തവുമായി ഡാവോസ് അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ജോൺ സ്നോ അവരെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോൺ സ്നോ തന്റെ കൈയിലുണ്ടായിരുന്ന തീപ്പന്തം ഉപയോഗിച്ച് അവിടെയുണ്ടായിരുന്ന ഒരു വലിയ വിളക്ക് കത്തിച്ചു. പെട്ടെന്ന് ആ ഗുഹയുടെ ഉള്ളകം മുഴുവൻ പ്രകാശിച്ചു. അവരുടെ കണ്ണുകൾ വിസ്മയം കൊണ്ട് വിടർന്നു. ആ ഗുഹയുടെ ചുവരുകൾ മുഴുവൻ ഡ്രാഗൺ ഗ്ലാസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഒന്നിച്ചുദിച്ചതുപോലെ ആ കറുത്ത സ്ഫടികക്കല്ലുകൾ പന്തത്തിന്റെ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി. ആ കാഴ്ച കണ്ട് ഡെനറിസ് മന്ത്രമുഗ്ധയായി നിന്നുപോയി. ജോൺ സ്നോ ഗുഹയുടെ കൂടുതൽ ഉള്ളിലേക്ക് നടന്നു. എനിക്ക് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാനുണ്ട്, ജോൺ സ്നോ അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ജോൺ സ്നോ ഡെനറിസിനെയും കൂട്ടി ആ ഗുഹയുടെ ഏറ്റവും ഉള്ളിലുള്ള മറ്റൊരു അറയിലേക്ക് പോയി. ആ ഡ്രാഗൺ ഗ്ലാസ് ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുള്ള ചില പുരാതനമായ ചിത്രങ്ങൾ അവർ കണ്ടു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കലാരൂപങ്ങൾ. ഇത് ചിൽഡ്രൻ ഓഫ് ദ ഫോറസ്റ്റ് ഉണ്ടാക്കിയതാണ്, ജോൺ സ്നോ ആ ചിത്രങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ജോൺ സ്നോ മറ്റൊരു ചുവരിലേക്ക് നടന്ന് അവിടുത്തെ ചിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അതിൽ ചിൽഡ്രൻ ഓഫ് ദ ഫോറസ്റ്റും മനുഷ്യരുടെ പൂർവികരായ ഫസ്റ്റ്മെനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു. അവർ ഒരുമിച്ചാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചിൽഡ്രനും ഫസ്റ്റ്മെനും
ജോൺ സ്നോ പറഞ്ഞു. എന്തിന്? പരസ്പരം പോരടിക്കാനോ? ഡെനറിസ് സംശയത്തോടെ ചോദിച്ചു. ചരിത്രം മുഴുവൻ യുദ്ധങ്ങളുടേതു മാത്രമാണല്ലോ എന്ന ചിന്തയായിരുന്നു അവൾക്ക്. ഉടൻ തന്നെ ജോൺ സ്നോ ഡെനറിസിന്റെ കൈപിടിച്ച് പന്തത്തിന്റെ വെളിച്ചം മറ്റൊരു ചുവരിലേക്ക് തിരിച്ചു. അവിടെ പതിഞ്ഞിരിക്കുന്ന ആ ചിത്രം കണ്ടപ്പോൾ അവളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. കൊടും തണുപ്പിന്റെയും മരണത്തിന്റെയും പ്രതീകമായ നൈറ്റ് കിങ്ങിന്റെയും ഭയാനകരായ വൈറ്റ് വോക്കേഴ്സിന്റെയും ചിത്രങ്ങളായിരുന്നു അത്. നീലക്കണ്ണുകളുള്ള ആ രാക്ഷസന്മാരുടെ രൂപങ്ങൾ ആ കല്ലുകളിൽ പോലും ഭയം ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ അവരുടെ പൊതുവായ ശത്രുവിനെതിരെ ഒരുമിച്ച് പോരാടി. അവരുടെ വ്യത്യാസങ്ങളും സംശയങ്ങളും മാറ്റിവെച്ച് അവർ ഒന്നിച്ചു നിന്നു. നമ്മളും അതുതന്നെ ചെയ്യണം. നമുക്ക് ഈ ലോകത്ത് അതിജീവിക്കണമെങ്കിൽ, ജോൺ സ്നോ വളരെ വൈകാരികമായി പറഞ്ഞു. അവന്റെ ഓരോ വാക്കിലും ആസന്നമായ ആ വലിയ വിപത്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. ഡെനേരീസ് പതുക്കെ അവന് നേരെ തിരിഞ്ഞു. എന്റെ സൈന്യവും എന്റെ ഡ്രാഗണുകളുമില്ലാതെ നിങ്ങൾക്കവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഡെനേരീസ് ചോദിച്ചു. അതെ, എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ജോൺ സ്നോ വളരെ സത്യസന്ധമായി സമ്മതിച്ചു. തനിക്ക് അവളുടെ സഹായം അത്യന്താപേക്ഷിതമാണെന്ന് അവനറിയാമായിരുന്നു. ഡെനേരീസ് അവനോട് കൂടുതൽ അടുത്തേക്ക് ചേർന്നു നിന്നു. ഞാൻ നിങ്ങൾക്കു വേണ്ടി പോരാടാം. ഞാൻ വടക്കിനു വേണ്ടി പോരാടാം. നിങ്ങൾ എന്റെ മുന്നിൽ മുട്ടുകുത്തുകയാണെങ്കിൽ, ഡെനേരീസ് കണ്ണടയ്ക്കാതെ അവനോട് പറഞ്ഞു. എന്റെ ആളുകൾ തെക്ക് നിന്നുള്ള ഒരു ഭരണാധികാരിയെ അംഗീകരിക്കില്ല. ജോൺ സ്നോ അല്പം പോലും വിട്ടുകൊടുക്കാതെ ഉറപ്പിച്ചു പറഞ്ഞു. ഡെനേരീസ് വീണ്ടും അവനോടടുത്തേക്ക് വന്ന് മുഖത്തോട് മുഖം നോക്കി നിന്നു. അവളുടെ ശ്വാസം അവന്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. അവരുടെ രാജാവ് അംഗീകരിച്ചാൽ അവരും അംഗീകരിക്കും. അവരെ നയിക്കാനാണ് അവർ നിങ്ങളെ തെരഞ്ഞെടുത്തത്. അവരെ സംരക്ഷിക്കാനാണ് അവർ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ അഭിമാനത്തേക്കാൾ വലുതല്ലേ നിങ്ങളുടെ ജനതയുടെ അതിജീവനം? ഡെനേരീസ് ചോദിച്ചു. ആ മൂർച്ചയേറിയ ചോദ്യത്തിനു മുന്നിൽ ജോൺ സ്നോ നിശബ്ദനായി നിന്നുപോയി. അവന്റെ ഉള്ളിലെ രാജാവും ഒരു പോരാളിയും തമ്മിലുള്ള വലിയൊരു യുദ്ധമായിരുന്നു. ആ ഗുഹയുടെ ഇരുട്ടിൽ നിന്നും അവർ പുറത്തേക്കു വന്നു. ഗുഹയ്ക്ക് പുറത്ത് ആ കടൽത്തീരത്ത് ടിരിയനും വാരിസും അവരെയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുഖത്തെ ഭാവം കണ്ടയുടനെ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് ഡെനേരീസിന് മനസ്സിലായി. എന്താണ് കാര്യം? ഡെനേരീസ് ചോദിച്ചു. നമ്മൾ കാസ്റ്റർലി റോക്ക് പിടിച്ചെടുത്തു, ടിരിയൻ പറഞ്ഞു. അത് കേൾക്കാൻ വളരെ നല്ല വാർത്തയാണല്ലോ, ഡെനേരീസ് പറഞ്ഞു. അവളുടെ മുഖത്ത് ഒരു ചെറിയ ആശ്വാസം വിടർന്നു. എന്നാൽ ടിരിയനും വാരിസും പരസ്പരം നോക്കി. അടുത്തതായി പറയാനുള്ള കാര്യം അത്ര നല്ലതല്ലെന്നും അതവളെ വല്ലാതെ പ്രകോപിപ്പിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. അവരുടെ നിശബ്ദത കണ്ട് അവൾക്ക് സംശയമായി. അവർ ആ കടൽത്തീരത്തുകൂടി മുന്നോട്ട് നടക്കുകയായിരുന്നു. ഡെനേരീസിന്റെ മുഖത്ത് ഇപ്പോൾ കോപം ഇരമ്പുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കണം. എന്റെ സഖ്യകക്ഷികളെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഈ ദ്വീപിൽ വെറുതെ ഇരുന്നപ്പോൾ അവരെയെല്ലാം എന്നിൽ നിന്നും തട്ടിയെടുത്തു, ഡെനേരീസ് ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. നമുക്കിപ്പോഴും ഏറ്റവും വലിയ സൈന്യമുണ്ട്. ടിരിയൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. റീച്ചിൽ നിന്നുള്ള മുഴുവൻ ഭക്ഷണവും സെർസി എടുത്തുകൊണ്ടുപോയതുകൊണ്ട് കഴിക്കാൻ വകയില്ലാത്ത ഒരു സൈന്യം, ഡെനേരീസ് തിരിച്ചടിച്ചു. ഗ്രേ വേംനെയും അൺസല്ലീഡ് സൈന്യത്തെയും തിരികെ വിളിക്കുക. ദോത്രാക്കികളെ കരയിലെത്തിക്കാൻ ആവശ്യമായ കപ്പലുകൾ നമുക്കിപ്പോഴുമുണ്ട്. കിങ്സ് ലാൻഡിംഗ് പൂർണ്ണമായും ഉപരോധിക്കുക. നമുക്കൊരു പദ്ധതിയോടുണ്ട്. അത് ഇപ്പോഴും ശരിയായ പദ്ധതി തന്നെയാണ്. ടിരിയൻ തന്റെ ബുദ്ധിപരമായ തന്ത്രങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഡെനേരീസ് നടത്തം നിർത്തി. അവൾ തിരിഞ്ഞ് ടിരിയനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കർക്കശമായ സ്വരത്തിൽ സംസാരിച്ചു. ശരിയായ പദ്ധതിയോ? നിങ്ങളുടെ തന്ത്രങ്ങൾ കാരണം നമുക്ക് ഡോണും അയർൺ ഐലൻഡ്സും റീച്ചും നഷ്ടപ്പെട്ടു. ഞാൻ നമ്മുടെ ശത്രുക്കളെ കുറച്ചു കണ്ടതാണെങ്കിൽ. ടിരിയൻ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ശത്രുക്കളോ? നിങ്ങളുടെ കുടുംബം എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ അവരെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലായിരിക്കും. ഡെനേരീസിന്റെ വാക്കുകൾ ഒരു വാളിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു. ആ ആരോപണം കേട്ട് ടിരിയൻ ഒന്ന് പകച്ചുപോയി. ഡെനേരീസ് അവനിൽ നിന്നും നോട്ടം മാറ്റി ദൂരെയുള്ള സമുദ്രത്തിലേക്ക് നോക്കി. ഈ ബുദ്ധിപരമായ പദ്ധതികൾ മതിയാക്കാം, ഡെനേരീസ് പറഞ്ഞു. അവൾ വീണ്ടും തിരിഞ്ഞ് ടിരിയനിന്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് വളരെ വലിയ 3 ഡ്രാഗണുകളുണ്ട്. അവയുമായി ഞാൻ റെഡ് കീപ്പിലേക്ക് പറക്കാൻ പോവുകയാണ്. അവളുടെ ആ തീരുമാനം അന്തിമമായിരുന്നു. അപകടം പിടിച്ച ആ നീക്കത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. എന്റെ ശത്രുക്കൾ റെഡ് കീപ്പിലുണ്ട്. അവരോട് പോരാടാൻ സ്വന്തം ജീവൻ പണയം വയ്ക്കാൻ തയ്യാറല്ലാത്ത ഞാൻ പിന്നെ എന്തുതരം റാണിയാണ്? ഡെനേരീസ് ചോദിച്ചു. ബുദ്ധിയുള്ള ഒരു റാണി, ടിരിയൻ വേഗത്തിൽ മറുപടി പറഞ്ഞു. ഡെനേരീസ് അവനെ അവഗണിച്ച് ജോൺ സ്നോയെ നോക്കി. അവൾക്ക് മറ്റൊരഭിപ്രായം ആവശ്യമായിരുന്നു. ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഡെനേരീസ് ചോദിച്ചു. ജോൺ സ്നോ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. ഞാൻ യുദ്ധത്തിലാണ്. ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഡെനേരീസ് അവനടുത്തേക്ക് നടന്നുവന്ന് വളരെ ദയനീയമായി ചോദിച്ചു. അവളുടെ ആ അധികാരസ്വരമെല്ലാം പോയി. ഒരു ഉപദേശത്തിനായി ദാഹിക്കുന്ന ഒരു പെൺകുട്ടിയെപ്പോലെ അവൾ നിന്നു. ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഡെനേരീസ് വീണ്ടും ചോദിച്ചു. ജോൺ സ്നോ സമുദ്രത്തിനു മുകളിലൂടെ സ്വതന്ത്രമായി പറക്കുന്ന ആ ഭീമൻ ഡ്രാഗണുകളെ നോക്കി. ഡ്രാഗണുകൾ ഇനിയും ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ആരും കരുതിയിരുന്നില്ല. അസാധ്യമായ ഒന്ന് നിങ്ങൾ സാധ്യമാക്കി എന്ന് നിങ്ങളെ പിന്തുടരുന്നവർക്കറിയാം. അസാധ്യമായ മറ്റു പലതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ അതവരെ സഹായിക്കുന്നുണ്ടാകും. പക്ഷേ ആ ഡ്രാഗണുകളെ ഉപയോഗിച്ച് നിങ്ങൾ കോട്ടകൾ ഉരുക്കുകയും നഗരങ്ങൾ ചുട്ടരിക്കുകയും ചെയ്താൽ നിങ്ങളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയല്ല.
നിങ്ങളും അവരെപ്പോലെ തന്നെയാകും. ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഡെനറീസിനെ പിടിച്ചുകുലുക്കി. പ്രതികാരത്തിന്റെ അഗ്നിയിൽ വെണ്ണീറാകാൻ പോയ അവളുടെ മനസ്സിനെ ആ വാക്കുകൾ ശാന്തമാക്കി. അവളുടെ ഉള്ളിലെ യഥാർത്ഥ ഭരണാധികാരി ഉണരുകയായിരുന്നു. വിന്റർഫെല്ലിന്റെ വിശാലമായ മുറ്റത്ത് തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ആയുധപരിശീലനം അവിടെ നടക്കുകയായിരുന്നു. ബ്രിയൻ പോഡ്രിക്കിന്റെ കാലിൽ അതിശക്തമായി തട്ടി. ആ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ സമനില തെറ്റിയ അവൻ മുഖമടിച്ച് ആ തണുത്ത മണ്ണിലേക്ക് വീണു. ആര്യ ഈ കാഴ്ചകളെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ബ്രിയൻ അവന് അടുത്ത പാഠം പറഞ്ഞുകൊടുക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ആര്യ അവിടെ ഇടപെട്ടു. ആദ്യം തന്നെ ഇവളെപ്പോലൊരാളോട് പോരാടാൻ നിൽക്കരുത്, ആര്യ വളരെ ശാന്തമായി പറഞ്ഞു. പോഡ്രിക് പതുക്കെ എഴുന്നേറ്റ് തന്റെ വാളെടുത്തു. ആര്യ നേരെ ബ്രിയനിന്റെ അടുത്തേക്ക് ചെന്നു. ആര്യ തന്റെ അരയിൽ കിടന്നിരുന്ന ആ പുരാതനമായ വലറിയൻ കഠാരയിലേക്ക് നോക്കി. അവൾ അത് ഉറയിൽ നിന്നും പുറത്തെടുത്തു. വിരലുകൾക്കിടയിൽ ആ കഠാര വളരെ ലാഘവത്തോടെ പലതവണ കറക്കിക്കൊണ്ട് അവൾ ബ്രിയനിന് നേരെ നടന്നു. ആയുധങ്ങളുടെ വിലയറിയാവുന്ന ബ്രിയൻ അത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. ആ സമയത്ത് കോട്ടയുടെ മുകളിലത്തെ ബാൽക്കണിയിലൂടെ സാൻസായും ലിറ്റിൽ ഫിംഗറും സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അവരുടെ സംസാരം ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ താഴെ മുറ്റത്ത് നിൽക്കുന്ന ആര്യയിലും ബ്രിയനിലും ഉടക്കി. എനിക്ക് പരിശീലനം ലഭിച്ചിട്ട് കുറേ നാളായി, ആര്യ ബ്രിയനോട് പറഞ്ഞു. ആ ചെറിയ പെൺകുട്ടിയുടെ വലിയ വാക്കുകൾ കേട്ട് ബ്രിയനിന് ചിരിവന്നു. എന്റെ അമ്മയുടെ 2 പെൺമക്കളെയും സേവിക്കുമെന്ന് നിങ്ങൾ സത്യം ചെയ്തതല്ലേ? ആര്യ ചോദിച്ചു. ബ്രിയൻ അത് സമ്മതിച്ചുകൊണ്ട് തലകുലുക്കി. തന്റെ വാക്കു പാലിക്കാൻ അവൾ ബാധ്യസ്ഥയായിരുന്നു. പോഡ്രിക് അവിടെ നിന്നും പതുക്കെ പിന്നിലേക്ക് മാറി നിന്നു. ആര്യ തന്റെ അരയിൽ നിന്നും തന്റെ വിശ്വസ്തയായ ചെറിയ വാളായ നീഡിൽ പുറത്തെടുത്തു. ആയുധത്തിന്റെ വലിപ്പക്കുറവ് കണ്ട് ബ്രിയനിന് വീണ്ടും സംശയമായി. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല തമ്പുരാട്ടി, അത് വളരെ ചെറുതാണ്. ബ്രിയൻ മുന്നറിയിപ്പ് നൽകി. ഞാൻ നിങ്ങളെ മുറിവേൽപ്പിക്കില്ല, ആര്യ ഒരു കുസൃതിച്ചിരിയോടെ പറഞ്ഞു. ഞാനും ശ്രമിക്കാം എന്ന് പറഞ്ഞ് ബ്രിയൻ തന്റെ വലിയ വാളുയർത്തി. പെട്ടെന്ന് ബ്രിയൻ തന്റെ ആദ്യത്തെ ആക്രമണം നടത്തി. എന്നാൽ വെള്ളം പോലെ ഒഴുകിമാറുന്ന ആര്യയുടെ ചലനങ്ങളെ തടയാൻ ആ വലിയ വാളിന് കഴിഞ്ഞില്ല. വളരെ വേഗത്തിൽ അവളത് വെട്ടിച്ചൊഴിഞ്ഞു. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ആര്യ ബ്രിയന്നിന്റെ കൈത്തണ്ടയിൽ വാളുകൊണ്ട് ശക്തമായി അടിച്ചു. മുകളിൽ ബാൽക്കണിയിൽ നിന്ന് ലിറ്റിൽ ഫിംഗറും സൻസായും ശ്വാസമടക്കി പിടിച്ച് ഈ കാഴ്ച നോക്കിക്കാണുകയായിരുന്നു. ബ്രിയൻ വീണ്ടും തന്റെ വാൾ ശക്തിയായി വീശി. എന്നാൽ ആര്യ അത് തടയുകയും വളരെ വേഗത്തിൽ വട്ടം കറങ്ങി പുറകിലൂടെ വാൾ വീശി ബ്രിയനിന്റെ കാൽമുട്ടിന് ശക്തിയായി അടിക്കുകയും ചെയ്തു. തന്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ലാത്ത ബ്രിയൻ ഉടൻ തന്നെ തന്റെ വലിയ കാൽ വെച്ച് ആര്യയുടെ വയറ്റിൽ അതിശക്തമായി തൊഴിച്ചു. ആ ഇടിയിൽ ആര്യ ദൂരേക്ക് തെറിച്ചു വീണു. അപ്പോഴേക്കും ബ്രിയൻ പാഞ്ഞുവന്ന് തന്റെ ശാരീരികമായ കരുത്ത് മുഴുവനുമെടുത്ത് ആര്യയെ കീഴ്പ്പെടുത്തുകയും അവളുടെ കൈയിലെ വാൾ താഴെയിടിക്കുകയും ചെയ്തു. നിരായുധിയായ ആര്യയ്ക്ക് നേരെ ബ്രിയൻ അവസാനമായി വെട്ടാനോങ്ങി. ഒരു നിമിഷം ആ മുറ്റത്തെ കാറ്റുപോലും നിലച്ചുപോയി. മരണം തൊട്ടുമുന്നിൽ നിൽക്കുന്നത് കണ്ട് ബ്രിയൻ തരിച്ചുനിന്നു. 2 പേരും ഒരു നിമിഷം കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ തങ്ങളുടെ പോരാട്ടം നിർത്തി ചിരിച്ചുകൊണ്ട് ആയുധങ്ങൾ താഴെയിട്ടു. ഇതൊക്കെ ആരാണ് നിന്നെ പഠിപ്പിച്ചത്? ബ്രിയൻ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു. ആരുമില്ല, ആര്യ ഒരു ചെറുചിരിയോടെ പറഞ്ഞു. ഇത് കണ്ട് ഭയവും അത്ഭുതവും കലർന്ന മുഖത്തോടെ സാൻസ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. എന്നാൽ ലിറ്റിൽ ഫിംഗർ മാത്രം ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ പുതിയൊരു കളിക്കാരിയെ കണ്ടെത്തിയതിന്റെ തിളക്കമുണ്ടായിരുന്നു. ആര്യ മുകളിലേക്ക് നോക്കി. ലിറ്റിൽ ഫിംഗർ അവളെ നോക്കി ബഹുമാനത്തോടെ തലകുനിച്ച് യാതൊരു ഭാവഭേദവുമില്ലാതെ അവിടെ നിന്നും നടന്നു മറഞ്ഞു. ഡ്രാഗൺ സ്റ്റോണിലെ ഇടുങ്ങിയ പാതയിലൂടെ നടക്കുകയായിരുന്നു ജോണും ഡാവോസും. അപ്പോഴാണ് ഡാവോസ് അവനോടൊരു ചോദ്യം ചോദിച്ചത്. നിങ്ങൾക്ക് അവളെക്കുറിച്ച് എന്തു തോന്നുന്നു? ജോൺ ചോദിച്ചു. ആരെക്കുറിച്ച്? അവന്റെ ആ പ്രതികരണം കണ്ട് ഡാവോസ് ഒരു നെടുവീർപ്പിട്ടു. തന്റെ രാജാവിന്റെ മനസ്സിലെ അലയൊലികൾ അവന് വ്യക്തമായി അറിയാമായിരുന്നു. വളരെ ശാന്തനായി ഡാവോസ് പറഞ്ഞു. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് നന്നായറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾക്ക് നല്ലൊരു ഹൃദയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോൺ വളരെ പതുക്കെ പറഞ്ഞു. ആ വാക്കുകളിൽ ഒരുവിധത്തിലുള്ള ആദരവ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നല്ലൊരു ഹൃദയമോ? നിങ്ങൾ ആ നല്ല ഹൃദയത്തിലേക്ക് തുറിച്ചുനോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഡാവോസ് ഒരു ചെറിയ കുസൃതിച്ചിരിയോടെ പറഞ്ഞു. അവിടെ ദൂരെയുള്ള സമുദ്രത്തിന്റെ അനന്തമായ നീലപ്പരപ്പിലേക്ക് നോക്കി ഏകാന്തയായി നിൽക്കുന്ന മിസന്തയെ അവർ കണ്ടു. നല്ല ഹൃദയങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് അതാ നാർത്തിലെ മിസന്തൈ. അവരുടെ കാലൊച്ച കേട്ട് മിസന്തൈ പതുക്കെ തിരിഞ്ഞുനോക്കി. തന്റെ റാണിയുടെ അതിഥികളെ കണ്ട് അവൾ വളരെ ബഹുമാനത്തോടെ തലകുനിച്ചു. സർ ഡാവോസ്, ലോർഡ് സ്നോ, അവൾ വളരെ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു. അവൾ വളരെ വിനയത്തോടെ ചോദിച്ചു. ക്ഷമിക്കണം, എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? തീർച്ചയായും. ജോൺ സമ്മതം നൽകി. നിങ്ങളുടെ പേര് ജോൺ സ്നോ എന്നാണ്, എന്നാൽ നിങ്ങളുടെ പിതാവിന്റെ പേര് നെഡ് സ്റ്റാർക്ക് എന്നല്ലായിരുന്നോ? അവൾ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു. ആ ചോദ്യം ജോണിന്റെ ഉള്ളിൽ ഒരു ചെറിയ വേദനയുണ്ടാക്കി. ഞാനൊരു അവിഹിത സന്തതിയാണ്.
എന്റെ അച്ഛനും അമ്മയും വിവാഹിതരായിരുന്നില്ല. ജോൺ തന്റെ കണ്ണുകളിലെ സങ്കടം മറച്ചുവെച്ചുകൊണ്ട് പറഞ്ഞു. നാർത്തിലെ ആചാരങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമാണോ? ഡാവോസ് താൽപര്യത്തോടെ ചോദിച്ചു. മിസൻഡയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. നാർത്തിൽ വിവാഹം എന്നൊരു സങ്കല്പമില്ല. അതുകൊണ്ടുതന്നെ അവിഹിത സന്തതി എന്നൊക്കെയുള്ള ആശയങ്ങൾ അവിടെയെങ്ങുമില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം നാട് വിട്ടത്? ജോൺ വളരെ അനുഭാവപൂർവ്വം ചോദിച്ചു. അടിമക്കച്ചവടക്കാർ എന്നെ തട്ടിക്കൊണ്ടുപോയതാണ്, മിസൻഡെ പറഞ്ഞു. ക്ഷമിക്കണം, ഒരു അടിമപ്പെൺകുട്ടി എങ്ങനെയാണ് ഡെനറിസ് ടാർഗാര്യനിന്റെ ഉപദേശകയായത്? ഡാവോസ് ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ എന്നെ എന്റെ യജമാനനിൽ നിന്നും വിലയ്ക്ക് വാങ്ങി എനിക്ക് സ്വാതന്ത്ര്യം നൽകി, അവൾ വളരെ അഭിമാനത്തോടെ പറഞ്ഞു. എസോസിൽ നിന്നും അവളോടൊപ്പം വന്ന ഞങ്ങൾക്കെല്ലാവർക്കും അവളിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. അവൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത റാണിയാണ്. മിസൻഡയുടെ ആ വാക്കുകൾ ജോണിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചു. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ വാക്കുകൾ. ജോണിന്റെ ശ്രദ്ധ പെട്ടെന്ന് ദൂരെ സമുദ്രത്തിലേക്ക് തിരിഞ്ഞു. ഒരു കപ്പൽ ആ ഉൾക്കടലിലേക്ക് കടന്നുവരുന്നത് അവൻ കണ്ടു. അതൊരു ഗ്രേജോയ് കപ്പലാണോ? ജോൺ സംശയത്തോടെ ചോദിച്ചു. തീരത്തേക്ക് വന്ന വഞ്ചിയിൽ നിന്നും തിയോൺ ഗ്രേജോയ് ഇറങ്ങി. ജോൺ പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. താൻ സ്വന്തം സഹോദരനെപ്പോലെ കണ്ടിരുന്നവൻ നെഡ് സ്റ്റാർക്കിന്റെ സ്നേഹവും കരുതലും ഏറ്റുവാങ്ങി. ആ സ്നേഹത്തെ മുഴുവൻ കാറ്റിൽ പറത്തി സ്വന്തം നാടിനെ ഒറ്റിക്കൊടുത്ത് വിന്റർഫെല്ലിനെ അഗ്നിക്കിരയാക്കിയ ആ പഴയ സുഹൃത്ത് ഇപ്പോൾ ഇതാ തന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു. റോബിന്റെ ദാരുണമായ മരണവും ബ്രാനിന്റെയും റിക്കോണിന്റെയും സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും ജോണിന്റെ രക്തം തിളപ്പിച്ചു. മറുഭാഗത്ത് തിയോണിന്റെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു. ജോൺ പതുക്കെ അവന് നേരെ നടക്കാൻ തുടങ്ങി. സൻസ, അവൾക്ക് സുഖമാണോ? തിയോൺ വളരെ നേർത്ത സ്വരത്തിൽ ഒരു വലിയ പ്രതീക്ഷയോടെ ചോദിച്ചു. ആ പേര് കേട്ടയുടനെ ജോണിന്റെ അവസാനത്തെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. ജോണിന്റെ കണ്ണുകളിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. നീ അവൾക്കു വേണ്ടി ചെയ്ത ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിന്നെ കൊല്ലാത്തത്, ജോൺ പല്ലിറുമ്മിക്കൊണ്ട് കടുത്ത ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ ഓരോ വാക്കിലും മരണത്തിന്റെ കൊടുന്തണുപ്പുണ്ടായിരുന്നു. നിന്റെ സഹോദരിയോ? ഡാവോസ് ചോദിച്ചു. ധീരയായ അവൾക്കെന്ത് സംഭവിച്ചു എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. യൂറോൺ അവളെ പിടിച്ചുകൊണ്ടുപോയി. അവളെ തിരികെ കൊണ്ടുവരാൻ റാണിയുടെ സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്, തിയോൺ വളരെ നിസ്സഹായതയോടെ പറഞ്ഞു. റാണി ഇവിടെയില്ല, ജോൺ വളരെ വരണ്ട സ്വരത്തിൽ പറഞ്ഞു. അവർ എവിടേക്കാണ് പോയത്? തിയോൺ വലിയ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു. കിങ്സ് ലാൻഡിങ്ങിന്റെ അതിർത്തിയിലുള്ള വിശാലമായ മൈതാനങ്ങളിലൂടെ ഒരു വലിയ സമുദ്രം പോലെ ലാനിസ്റ്റർ സൈന്യം നടന്നു നീങ്ങുകയായിരുന്നു. ഹൈഗാർഡനിൽ നിന്നും കൊള്ളയടിച്ച വലിയ സമ്പത്തുമായാണ് അവർ വരുന്നത്. ദിവസങ്ങളോളം നീണ്ട യാത്രയുടെയും യുദ്ധത്തിന്റെയും ക്ഷീണം ഓരോ സൈനികന്റെയും മുഖത്ത് വ്യക്തമായി നിഴലിച്ചിരുന്നു. ഈ വലിയ ഘോഷയാത്രയ്ക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ജെയ്മയും ബ്രോണും കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. അപ്പോഴാണ് വളരെ ഗൗരവക്കാരനായ റാൻഡിൽ ടാർലി തന്റെ കുതിരയെ വേഗത്തിലോടിച്ച് അവരുടെ അടുത്തേക്ക് വന്നത്. സ്വർണമെല്ലാം കിങ്സ് ലാൻഡിങ്ങിന്റെ കോട്ടവാതിൽ കടന്ന് സുരക്ഷിതമായി എത്തിയിട്ടുണ്ട്, റാൻഡിൽ പറഞ്ഞു. നല്ലത്, ജെയ്മെ പറഞ്ഞു. വലിയൊരു ഭാരം ഒഴിഞ്ഞതിന്റെ ആശ്വാസം ആ ഒറ്റവാക്കിലുണ്ടായിരുന്നു. രാത്രിയാകുന്നതിനു മുൻപ് ഈ ബാക്കിയുള്ള വണ്ടികൾ കൂടി ബ്ലാക്ക് വാട്ടർ നദി കടക്കേണ്ടതുണ്ട്. സൈന്യത്തിന്റെ മുൻനിര ആക്രമിക്കപ്പെട്ടാൽ പിൻനിരയ്ക്ക് ഒരിക്കലും സമയത്തിന് അവിടെ എത്താനോ പ്രതിരോധിക്കാനോ കഴിയില്ല, റാൻഡിൽ തന്റെ ആശങ്കകൾ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. നമ്മുടെ സൈന്യം വല്ലാതെ ചിതറിക്കിടക്കുകയാണ്, ജെയ്മെ വളരെ ചിന്താക്കുഴപ്പത്തോടെ പറഞ്ഞു. നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ പിന്നിൽ നിൽക്കുന്നവരെ ചാട്ടവാർ കൊണ്ടടിച്ചാൽ അവർ വേഗത്തിൽ നടക്കും, യാതൊരു ദയയുമില്ലാതെ റാൻഡിൽ പറഞ്ഞു. ആദ്യം അവർക്കൊരു മുന്നറിയിപ്പ് നൽകാം. ഇവർ ഹൈഗാർഡനിൽ നന്നായി പോരാടിയവരാണ്. അവർക്ക് ക്ഷീണമുണ്ട്. സൈനികരോടുള്ള അനുഭാവം മറച്ചുവെക്കാതെ ജെയ്മെ പറഞ്ഞു. ജെയ്മയുടെ ആ തീരുമാനം റാൻഡിലിന് ഒട്ടും പിടിച്ചില്ല. അയാൾ വളരെ നിരാശയോടെ തന്റെ കുതിരയെ തിരിച്ച് സൈനികരുടെ അടുത്തേക്ക് തന്നെ പോയി. ജെയ്മയും ബ്രോണും പരസ്പരമൊന്നു നോക്കിയിട്ട് അയാളുടെ പിന്നാലെ സാവധാനം കുതിരയെ ഓടിച്ചു. അവർ തളർന്ന സൈനികർക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു യുവാവ് അവരെ ലക്ഷ്യമാക്കി വന്നു. അത് ഡിക്കോൺ ടാർലിയായിരുന്നു. ആദ്യത്തെ യുദ്ധം കഴിഞ്ഞതിന്റെ വലിയൊരു ഭയം ആ യുവാവിന്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ഹൈഗാർഡനിൽ നീ വളരെ ധീരമായി പോരാടിയെന്ന് ഞാൻ കേട്ടല്ലോ, നിന്റെ ആദ്യത്തെ യുദ്ധമായിരുന്നു, ജെയ്മെ ചോദിച്ചു. ഡിക്കോൺ അത് സമ്മതിച്ചുകൊണ്ട് തലകുലുക്കി. അവിടെ അങ്ങനെയൊരു മണമുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ മണം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്, ഡിക്കോൺ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. മനുഷ്യർ മരിക്കുമ്പോൾ അവർ മലമൂത്ര വിസർജനം നടത്തും. ആ വലിയ പള്ളിക്കൂടത്തിൽ നിനക്കിതൊന്നും പഠിപ്പിച്ചു തന്നില്ലേ? ബ്രോൺ പതിവുപോലെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. ആ മറുപടി കേട്ട് ജെയ്മെ ദേഷ്യത്തോടെ ബ്രോണിനെ നോക്കി. എന്റെ 5ാമത്തെ വയസ്സിൽ ഞാനത് പഠിച്ചു, ബ്രോൺ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. പെട്ടെന്ന് ബ്രോൺ സംസാരിക്കുന്നത് നിർത്തി. അവന്റെ മുഖത്തെ ഭാവം മാറി. അവൻ കാതുകൂർപ്പിച്ചു. ദൂരെ നിന്ന് എന്തോ ഒരു വലിയ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഭൂമിക്ക് നേരിയ ഒരു വിറയൽ അനുഭവപ്പെടുന്നതുപോലെ അവന് തോന്നി. എന്താണ്? ജെയ്മെ സംശയത്തോടെ ചോദിച്ചു. പെട്ടെന്ന് ആ കുന്നിനപ്പുറത്തുനിന്ന് ഭയാനകമായ യുദ്ധകാഹളങ്ങൾ കേട്ടുതുടങ്ങി. അത് കേട്ടയുടനെ അപകടം മനസ്സിലാക്കിയ ജെയ്മെ തന്റെ കുതിരയെ മുന്നോട്ടു കുതിപ്പിച്ചു. കുന്തങ്ങളും പരിചകളും എടുക്കൂ, ജെയ്മെ തന്റെ സർവ്വശക്തിയുമെടുത്ത് സൈനികരോട് വിളിച്ചു പറഞ്ഞു. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ
ലാനിസ്റ്റർ സൈനികർ പരിഭ്രാന്തരായി. അവർ വേഗത്തിൽ തങ്ങളുടെ ആയുധങ്ങളെടുത്തു നിരന്നു നിൽക്കാൻ തുടങ്ങി. കുന്തങ്ങൾ മുൻപോട്ടു പിടിച്ച് പരിചകൾ കൊണ്ട് അവർ ഒരു വലിയ ഇരുമ്പുമതിൽ തീർത്തു. വരിവരിയായി നിൽക്കൂ, ബ്രോൺ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മറ്റൊരിടത്ത് റാൻഡിൽ വലിയൊരു പോരാട്ടത്തിനായി സൈനികരെ ഒരുക്കുകയായിരുന്നു. ആ ഭയാനകമായ ശബ്ദം ഓരോ നിമിഷവും അടുത്തടുത്തു വന്നു. പെട്ടെന്ന് കുന്നിൻമുകളിൽ നിന്ന് കൊടുങ്കാറ്റുപോലെ ദോത്രാക്കി സൈന്യം ഇരച്ചെത്തി. ബ്രോൺ തന്റെ കുതിരയെ ഓടിച്ച് ജൈമയുടെ അടുത്തേക്ക് വന്നത്. കിങ്സ് ലാൻഡിംഗിലേക്ക് തിരികെ പോകൂ, ബ്രോൺ വലിയൊരു മുന്നറിയിപ്പോടെ പറഞ്ഞു. ഞാൻ എന്റെ സൈന്യത്തെ ഉപേക്ഷിക്കില്ല, ജൈമെ വളരെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളൊരു സൈന്യാധിപനാണ്, അല്ലാതെ വെറുമൊരു സാധാരണ കാവൽക്കാരനല്ല. ഈ ചെറ്റകൾ നമ്മളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോവുകയാണ്, ബ്രോൺ ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്ന് ആകാശത്തുനിന്നും ആരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന വലിയൊരലർച്ച കേട്ടു. എല്ലാവരും ഭയത്തോടെ മുകളിലേക്ക് നോക്കി. മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട്, സൂര്യനെപ്പോലും മറച്ചുകൊണ്ട് ഡൈനറീസ് തന്റെ ഭീമനായ ഡ്രാഗണായ ഡ്രോഗോണിന്റെ പുറത്തേറി വരികയായിരുന്നു. ആ വലിയ മൃഗത്തിന്റെ ചിറകടിയൊച്ചയിൽ ആ മൈതാനമാകെ വിറങ്ങുന്നു. ഡ്രോഗോൺ തന്റെ വലിയ വായ തുറന്ന് ഭയാനകമായ തീജ്വാലകൾ ലാനിസ്റ്റർ സൈന്യത്തിനു നേരെ തുപ്പി. കൈബനുണ്ടാക്കിയ ആ വലിയ ക്രോസ്ബോ അവിടെയുണ്ട്, ജൈമെ പറഞ്ഞു. എനിക്കൊരു കൈകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല, ജൈമെ തന്റെ സ്വർണ്ണക്കൈ കാട്ടിപ്പറഞ്ഞു. ബ്രോൺ കുതിരയെ ആ ആയുധത്തിനടുത്തേക്ക് തിരിച്ചു. ആ വലിയ ക്രോസ്ബോയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ ഡ്രോഗോണിനെ കൊണ്ടുവന്നു. ശ്വാസമടക്കിപ്പിടിച്ച് അവൻ ആ ലിവർ വലിച്ചു. എന്നാൽ ആ വലിയ അമ്പ് ഡ്രോഗോണിന്റെ ശരീരത്തിൽ കൊള്ളാതെ കാറ്റിലൂടെ പാഞ്ഞുപോയി. ബ്രോൺ നിരാശനാകാതെ വേഗത്തിൽ ആ യന്ത്രം വീണ്ടും ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഡേനറീസും ഡ്രോഗോണും വട്ടം ചുറ്റി ആ ക്രോസ്ബോ ലക്ഷ്യമാക്കി താഴേക്ക് കുതിച്ചുവരികയായിരുന്നു. ബ്രോൺ വളരെ സമയമെടുത്ത് കൃത്യമായി ലക്ഷ്യം വെച്ചു. എന്നാൽ ഡ്രോഗോൺ തീ തുപ്പുന്നതിന് ഒരു നിമിഷം മുൻപായി ബ്രോൺ രണ്ടാമത്തെ അമ്പ് തൊടുത്തുവിട്ടു. അത് വലിയൊരു ശബ്ദത്തോടെ ഡ്രോഗോണിന്റെ ചിറകിൽ ആഴത്തിൽ തറച്ചുകയറി. വേദന കൊണ്ട് അലറിക്കൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ഡ്രാഗൺ ആകാശത്തുനിന്നും താഴേക്ക് പതിക്കാൻ തുടങ്ങി. അത് കണ്ട് ബ്രോണിന്റെ ചുണ്ടുകളിൽ ഒരു വിജയച്ചിരി വിടർന്നു. അവൻ വീണ്ടും ആ യന്ത്രം തിരിച്ച് ലോഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ താഴേക്ക് പതിച്ച ഡ്രാഗൺ പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് നദിക്കിരുവശവുമായി പറന്നു നിൽക്കാൻ തുടങ്ങി. ഇനി അമ്പു ലോഡ് ചെയ്യാൻ തനിക്ക് സമയമില്ലെന്ന് മനസ്സിലാക്കിയ ബ്രോൺ പാഞ്ഞുവരുന്ന തീജ്വാലകളിൽ നിന്നും രക്ഷപ്പെടാനായി ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടിമാറി. അടുത്ത നിമിഷം ഡ്രോഗോണിന്റെ വായിൽ നിന്നും വന്ന അഗ്നി ആ വലിയ യന്ത്രത്തെ പൂർണ്ണമായും ചാമ്പലാക്കി. ചിറകിലേറ്റ വലിയ മുറിവ് കാരണം ഡ്രോഗോണിന് നദിക്കരയിൽ ഇറങ്ങേണ്ടി വന്നു. ഡെനറിസ് വേഗത്തിൽ അതിന്റെ പുറത്തുനിന്നിറങ്ങി ആ വലിയ അമ്പ് വലിച്ചൂരാനായി ശ്രമിച്ചു. 100 വാര അകലെ നിന്ന് ജൈമെ ഇത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ തീർത്തും ഒറ്റയ്ക്കാണ്. പെട്ടെന്ന് താഴെ കിടക്കുന്ന ഒരു മൃതദേഹത്തിൽ തറച്ചുകിടക്കുന്ന ഒരു കുന്തം ജൈമയുടെ കണ്ണിൽപ്പെട്ടു. യുദ്ധക്കളത്തിന്റെ അപ്പുറത്തുനിന്ന് ടിരിയൻ ഇത് കാണുന്നുണ്ടായിരുന്നു. തന്റെ സഹോദരന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ അവൻ ഭയത്തോടെ പറഞ്ഞു. ചുറ്റും കത്തിയമരുന്ന പടയാളികളുടെ നിലവിളികൾക്കിടയിൽ ജൈമെ തനിച്ചായിരുന്നു. ശത്രുക്കളുടെ അഗ്നിയിൽ വെണ്ണീറായിക്കൊണ്ടിരിക്കുന്ന തന്റെ സൈന്യത്തെ നോക്കി അയാൾ ഒരു നിമിഷം നിന്നു. ലോകം അയാളെ ഒരു കൈയില്ലാത്തവനെന്ന് വിളിച്ച് പരിഹസിച്ചിട്ടുണ്ടാകാം, പക്ഷേ ആ സ്വർണ്ണക്കൈയിൽ ഒളിഞ്ഞിരുന്നത് 1000 പടയാളികളുടെ വീര്യമായിരുന്നു. ഡെനീറിസിനെ ലക്ഷ്യമാക്കി അവൻ തന്റെ കുതിരയെ മുന്നോട്ട് കുതിപ്പിച്ചു. ഒരു മഹാസർപ്പത്തിന്റെ വായിലേക്ക് എടുത്തു ചാടാൻ തുനിയുന്ന ആ ധീരത കണ്ട് ടിരിയനിന്റെ ഹൃദയം നിലച്ചുപോയി. കുന്തവും ചൂണ്ടി തന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ജൈമയെ അവസാന നിമിഷമാണ് ഡെനീറിസ് കണ്ടത്. അവൾ ഭയത്തോടെ നിന്നുപോയി. എന്നാൽ തന്റെ അമ്മയെ ആക്രമിക്കാൻ വരുന്നവനെ ഡ്രാഗൺ കണ്ടു. അത് പെട്ടെന്ന് തലതിരിച്ച് ജൈമയ്ക്ക് നേരെ ഭീകരമായ തീ തുപ്പി. ആ തീജ്വാലകൾ ജൈമയെ വിഴുങ്ങുന്നതിന് തൊട്ടുമുൻപായി എവിടെ നിന്നോ പാഞ്ഞുവന്ന ബ്രോൺ അവനെ കുതിരപ്പുറത്തുനിന്നും നദിയിലേക്ക് തള്ളിയിട്ടു. കനത്ത സ്വർണ്ണക്കവചം ജൈമയെ നദിയുടെ ഇരുണ്ട ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവൻ വെള്ളത്തിനടിയിലെ കൂരിരുട്ടിലേക്ക് താഴ്ന്നു മറഞ്ഞു. എപ്പിസോഡ് അവസാനിക്കുന്നു.
ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.